ഹായ് ഹലോ. ഇന്നത്തെ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇന്ന് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടെ ഞാൻ കുറച്ച് പയറും കൂടി വേവിക്കാമെന്ന് വിചാരിച്ച്. പയർ ഞാൻ തലേന്ന് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു. രാവിലെ തന്നെ അത് എടുത്ത് കഴുകി കുക്കറിനകത്തേക്ക് ഇട്ട്. കാരണം പുട്ട് വേവുമ്പോഴത്തേക്കും പയറും കൂടി സെറ്റായി കിട്ടും. എങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി അതല്ലേ. അപ്പോൾ ഇതാ പയറൊക്കെ കഴുകി കുക്കറിനകത്തേക്ക് ഇട്ട്. കുക്കർ അടച്ചപ്പോഴാണ് ഓർമ്മ വന്ന് ഉപ്പിട്ടിട്ടില്ലായിരുന്നത്. അങ്ങനെ പിന്നെയും തുറന്ന് ഉപ്പൊക്കെ ഇട്ട് അത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നിവിടെ പുട്ടിന് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ മാവ് കുഴയ്ക്കാൻ കുറച്ച് പാടാണ്. ഞാൻ എത്ര കുഴച്ചാലും അത് സെറ്റായി വരത്തില്ല. ഇപ്പം ട്രൈ ചെയ്ത് കുറേശ്ശെ സെറ്റായി വരുന്നുണ്ട്. അങ്ങനെ പുട്ടിൻ്റെ മാവൊക്കെ കുഴച്ചിട്ട് പുട്ട് സെറ്റാക്കാനായിട്ട് വെച്ച്. ഇത് അപ്പൂന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബസ്മതി റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചതാണ്. ഞാൻ ക്യാരറ്റ് ഇതേപോലെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിരിക്കും. എന്നിട്ട് ഓരോ ദിവസം വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പം കുറച്ച് നാൾ ഒരു 1 വീക്കൊക്കെ കേടാവാണ്ടിരിക്കും. എന്നിട്ട് ക്യാരറ്റൊക്കെ ക്ലീനാക്കി ചോപ്പറിനകത്തേക്കിട്ട് ഒന്ന് തോരൻ വയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കാമേ. ഈ ചോപ്പറിൻ്റെ ആയുസ് ഏതാണ്ട് തീരാറായി. കാരണം ഈ വലിക്കുന്ന ആ വള്ളി ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോവാറായി. ഉപയോഗിക്കുന്നിടത്തോളം ഉപയോഗിക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് പിന്നെ വേറെ മാറ്റി വാങ്ങാമല്ലോ. അപ്പോൾ ഞാൻ കൂടെ പുട്ടും വേവിക്കുന്നുണ്ട്. 3 കുറ്റിയല്ല 3 കിണ്ണപ്പുട്ടല്ലേ അങ്ങനെ തന്നെ പറയുന്നത്, അല്ല ചിരട്ടപ്പുട്ട്. ഓക്കെ. അപ്പോൾ പിന്നെ തോരന് ഞാൻ ഇതേപോലെയാണ് അരയ്ക്കുന്നത്. തേങ്ങയിൽ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തോരൻ അങ്ങ് അരച്ച് മാറ്റി വെച്ചേ. അപ്പോൾ നമ്മുടെ അപ്പുക്കുട്ട എണീറ്റ് വന്നിട്ടുണ്ട് രാവിലെ. ഇന്ന് കുറച്ചധികം നേരത്തെ എണീറ്റ്. അപ്പോൾ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുട്ടൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ കൂടെ തന്നെ എൻ്റെ മോർണിംഗ് ചായയും കൂടി കുടിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തിരുന്ന് കുടിക്കാൻ പറ്റിയില്ല. പിന്നെ തോരൻ വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കൊച്ചുള്ളി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ക്യാരറ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുകയാണേ. എന്നിട്ട് അതൊന്ന് വെന്ത് വന്നപ്പം നമ്മൾ തോരൻ അരച്ചിട്ടുള്ള തോരൻ്റെ അരപ്പ് അതിനകത്തേക്കിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അതും കൂടി ഒന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ ഇതിനെ തട്ടിപ്പൊത്തി വെക്കുക എന്നല്ലേ പറയണേ. എന്നിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കുകയാണേ. ഇന്ന് അപ്പൂന് കൊണ്ടുപോകാൻ തോരൻ ചോറാണേ. മീൻസ് ഇപ്പോൾ കണ്ടോ, ഞാൻ ആ തോരനിൽ നിന്ന് പറക്കി കളയാവുന്ന കറിവേപ്പില, വറ്റൽമുളക് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ട് ആ ബസ്മതി റൈസ് ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുവാണേ. അപ്പം ഇതാണ് ഇന്നത്തെ അപ്പൂന് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടുന്നത്. അപ്പോൾ ലഞ്ച് റെഡിയായി. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്, തോരൻ. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് എനിക്കൊരു മീൻ കറിയും കൂടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ അടുക്കളപ്പണി തീരും. ഇവിടെ ഒരാളിതാ അതിൻ്റെ ആയുസ് ഇപ്പം തന്നെ തീർക്കും. അതിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി ഇവിടെ ഒരാൾ ചൂടാനായിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേ.